ഞങ്ങൾ ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഒരു ട്വിൻ ഫ്ലാറ്റ് വാങ്ങാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ കുറച്ച് എക്സ്പെൻസൊക്കെ ആയെങ്കിലും അത് ഞങ്ങൾക്ക് കുറച്ച് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ട്വിൻ ഫ്ലാറ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഞങ്ങളുടെ ഫ്ലാറ്റ് ഫർണിഷ് ചെയ്യുമ്പോഴും ഒരു നല്ല ഒരു ഗ്രൂപ്പിനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ തിരക്കി പലരോടും സംസാരിച്ച ശേഷം ഞങ്ങൾ കുറച്ചധികം ആൾക്കാരെ വിളിച്ച് കാണിച്ചു. ഇൻഫാക്റ്റ് ഒരു 5-6 പേരെങ്കിലും വന്ന് നോക്കി ഇതിൻ്റെ കൊട്ടേഷനും പ്ലാനും ഒക്കെ പറഞ്ഞ ശേഷമാണ് ഫൈനലി ഞങ്ങൾ മിനൈൽ ഗ്രൂപ്പിനെ ഇത് ഏൽപ്പിച്ചത്. ഇപ്പം മിനൈലിൻ്റെ ഒരു വർക്കിൻ്റെ രീതി അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്ത രീതി വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തത്. ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയി പോവുകയും ചെയ്യരുത്, പക്ഷേ തീരെ അങ്ങ് ലോ ക്വാളിറ്റി ആകരുത്. നല്ല ക്വാളിറ്റിയിൽ ഒരു പാകമായ എക്സ്പെൻസിന് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പല ഐഡിയാസും ഒക്കെ ഇവരുടെ മിനൈൽ ഗ്രൂപ്പിൻ്റെ ഐഡിയാസുമായിട്ടൊക്കെ ചേർന്ന് പോകുന്ന രീതിയിൽ അവരുടെ അലൈൻമെൻറ്റിലുള്ള ഐഡിയാസൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു നമ്മുടെ കളർ ചോയ്സ് ആയാലും നമ്മുടെ എന്ത് ഡിസൈൻ വേണമെന്നൊക്കെ ആണെങ്കിലൊക്കെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു കൺസെൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ പറഞ്ഞാലും അവർക്കത് മാറ്റി ചിന്തിക്കുവാനും മാറ്റി എന്തെങ്കിലും ചെയ്യാനൊക്കെ അവർ എപ്പോഴും തയ്യാറായിരുന്നു. അപ്പോൾ എന്ത് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും ഒരിക്കലും ഒരു നോ എന്നൊരു ആൻസർ കിട്ടത്തില്ല. എപ്പോഴും അങ്ങനെ ചെയ്ത് നോക്കാം, അങ്ങനെ നോക്കിയാൽ ശരിയാവും നോക്കാം എന്നുള്ളൊരു പ്രപ്പോസൽ അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളൂ. മിനൈലിൻ്റെ ആദ്യം ഒരു പ്രൊജക്ട് ഷെഡ്യൂൾ ഉണ്ടാക്കി അവർ ഡിസൈൻ കാണിച്ചതിന് ശേഷം റിവ്യൂസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു കൺട്രോൾ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി അത് ബേസ് ലൈൻ ചെയ്തിട്ട് അതിനകത്ത് പിന്നീട് ഞങ്ങൾക്ക് എന്തെങ്കിലും അവർ ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും അവർ തയ്യാറായിരുന്നു. പിന്നെ ഞങ്ങളുടെ കിച്ചൺ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിൽ ചിലപ്പോൾ പലരും ഒരു ധാരണയുണ്ട് കുറച്ചൊരു മിനിമലിസ്റ്റിക് ആയിട്ടൊക്കെ ചെയ്ത് ഒരു മീഡിയം ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ ഉള്ളത്. പക്ഷേ അതാണെങ്കിൽ നിർബന്ധമായിരുന്നു നമുക്ക് തേക്ക് വെച്ച് തന്നെ കിച്ചൻ്റെ ബോട്ടംസ് ഒക്കെ ചെയ്യണം. അപ്പോൾ അത് പറഞ്ഞപ്പോഴും മിനൈൽ ഗ്രൂപ്പൊക്കെ സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ബോട്ടം യൂണിറ്റൊക്കെ തേക്ക് വെച്ചും ബാക്കിയുള്ളതൊക്കെ WPVC വെച്ചൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ വർക്കൊക്കെ നല്ല ഫിനിഷുണ്ട്, ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുണ്ട്. ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഇന്ന സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെ അറിയിക്കുന്ന ഒരു വളരെ നല്ല ഒരു രീതിയിലാണ് അവരുടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു നല്ലൊരു പോസിറ്റീവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ത്രൂ ഔട്ട് ദ ഫിലിം.